ഹലോ, ഡേ 5 ലാസ്റ്റ് അസൈൻമെൻറ്റ് സെക്കൻഡ് പാർട്ടാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിനകത്തുള്ള 1-2 എറർ കാണിച്ചു തരാം, സോൾവ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിന് നമുക്ക് API വേണം, SDK അക്കൗണ്ട് വേണം, പ്രൊജക്റ്റ് ഐ ഡി എടുക്കണം. അതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ പേയ്മെൻറ്റ് ഓതറൈസ് ചെയ്യണം. നിങ്ങൾ ചെയ്യണമെന്നുള്ളവർ ചെയ്യുക. ആദ്യം സീക്രട്ട് ആഡ് ചെയ്യുക. പണ്ടത്തെ പോലെ ഇതിൽ API കീ എടുക്കുക, ഗൂഗിൾ API കീ സേവ് കൊടുക്കുക, അത് എനേബിൾ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ക്ലൗഡ് SDK തുറക്കുക. ആഡ് ഓൺസിൽ തന്നെ ഓതറൈസേഷൻ കോഡിന് വേണ്ടി കംപ്ലീറ്റ് കൊടുക്കുക, അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക, കംപ്ലീറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഓതറൈസേഷൻ കോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട 2 പുതിയ റിക്വസ്റ്റ് ആയി. ഇനി വേണ്ടത് പേയ്മെൻറ്റ് സെറ്റപ്പ് ചെയ്യാനാണ്. ഞാൻ ചെയ്യുന്നില്ല, ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ലാബ് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ കീസ് ഇമ്പോർട്ട് ചെയ്തു. ഇനി ക്രെഡൻഷ്യൽസ് സെറ്റപ്പ് ചെയ്തു. ഓക്കെ, ഇനി പ്രൊജക്റ്റ് ID. ഇതിനായിട്ട് നമ്മുടെ ഗൂഗിൾ ക്ലൗഡ് കൺസോളിൽ പോവുക. തുറന്നു വരും. ഓക്കെ, നമ്മുടെ ഡിഫോൾട്ട് പ്രൊജക്റ്റ് ജെമിനി എന്നുള്ളത് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്ത പ്രൊജക്റ്റ് ഡിഫോൾട്ട് പ്രൊജക്റ്റ്, ഡിഫോൾട്ട് ജെമിനി പ്രൊജക്റ്റ് കൊടുക്കുക. എന്തെങ്കിലും കൊടുക്കുക. ഞാനത് കൊടുത്തു. ഇനി ഇവിടെ വെയിറ്റ് എ മിനിറ്റ്, എവിടെയെങ്കിലും ഒന്നുകൂടെ പോവുക. ഓക്കെ, ഇത് സൈനപ്പ് ചെയ്യാനാണ് വിട്ടേക്കുക. അതിൽ പോവുക, ഗൂഗിൾ ക്ലൗഡ് കൺസോൾ ലിങ്ക് ഒന്നുകൂടെ എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡിഫോൾട്ട് പ്രൊജക്റ്റിൻ്റെ ജെമിനി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ID കിട്ടും, പ്രൊജക്റ്റ് നമ്പർ. ഈ പ്രൊജക്റ്റ് നമ്പർ കോപ്പി ചെയ്യുക, എന്നിട്ട് നോട്ട്ബുക്കിലേക്ക് വരിക. ഇവിടെ ടു റീപ്ലേസ് യുവർ പ്രൊജക്റ്റ് ID ഹാഷ് കൊടുത്തേക്കുന്നത്, കമൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ദെൻ റൺ. ദെൻ ഈ സാമ്പിളേഷൻ ക്രിയേറ്റ് ചെയ്യുക, റിക്വയർമെൻറ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം റൺ ചെയ്യുക. ഓക്കെ, ഇനി വെർട്ടെക്സ് AI. ഇത് നമ്മൾ വെർട്ടെക്സ് AI എനേബിൾ ചെയ്തില്ലെങ്കിൽ ഒരു എറർ വരും. ആ എറർ സോൾവ് ചെയ്യാൻ എങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ മതി. അതിനുശേഷം പേയ്മെൻറ്റിൻ്റെ എറർ വരും. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, ഞാൻ ചെയ്യുന്നില്ല. എറർ സൊല്യൂഷൻ മാത്രം കാണിക്കാം. ഓക്കെ, അത് വെർട്ടെക്സിന് AIയുടെ എറർ വരും. നമ്മളത് എനേബിൾ ചെയ്തിട്ട് അടുത്ത എററാണ് പേയ്മെൻറ്റിൻ്റെ, നിങ്ങൾ ചെയ്യുക. ഓക്കെ, പേയ്മെൻറ്റ് വെർട്ടെക്സിൻ്റെ എറർ വന്നു. ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇനി ഇനേബിൾ വെർട്ടെക്സ് AI കൊടുക്കുക. ഓക്കെ, ഞാൻ കൊടുത്തു. ഇനി ഒന്നുകൂടെ സർവീസ് റൺ ചെയ്യുക. അപ്പോൾ അടുത്തത് പേയ്മെൻറ്റിൻ്റെ എറർ വരും. അത് നിങ്ങൾ പേയ്മെൻറ്റ് കാർഡ് വെച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്യുക. ഞാനത് ചെയ്യുന്നില്ല. കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇപ്പോൾ എറർ വരും. വന്നു. ഇനി ബില്ലിങ്ങിൻ്റെ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അതല്ലെങ്കിൽ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക. എനിക്ക് വേണ്ട, ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം അത് റൺ ചെയ്തിട്ട് ബാക്കിയുള്ള കമാൻഡുകൾ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ക്രിയേറ്റ് ബില്ലിംഗ് അക്കൗണ്ട്. അവിടെ ഇനേബിൾ അല്ല, അവിടെ ഇനേബിൾ കൊടുത്തിട്ട് കാര്യമില്ല. സോ ഒന്നുകൂടെ നിൽക്കുക. ആ ലിങ്ക് ഒന്നുകൂടെ തുറന്നോടെ മതിയായിരുന്നു. ഞാൻ എനിക്ക് പോയി. ഓക്കെ, ഇനി അക്സെപ്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് ബില്ലിംഗ് അക്കൗണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഏതെങ്കിലും കാർഡ് വെച്ചിട്ട് ഓതൻറ്റിക്കേറ്റ് ചെയ്യുക. പേയ്മെൻ്റ് ഒന്നും പോകില്ല, എന്നാലും ജസ്റ്റ് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ഞാൻ ചെയ്യുന്നില്ല, റിസ്ക് എടുക്കുന്നില്ല. സോ ആഫ്റ്റർ ദാറ്റ് അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക, റൺ ചെയ്യുക. ഇതിനകത്ത് പ്രത്യേകിച്ച് സബ്മിറ്റ് ഒന്നും ഇല്ല, ഓപ്ഷണലാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്, ഡൺ. ഇത് വേണം സേവ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ശരി.